ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FM Madonna 39.25. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അദ്വിത് നായർ പി 5th C. കൂട്ടുകാരെ, നിങ്ങൾ ജയിച്ചവരല്ലേ? പരീക്ഷയിലോ ക്വിസ് മത്സരത്തിലോ സ്പോർട്സിലോ മറ്റെന്തെങ്കിലും മത്സരങ്ങളിലുമൊക്കെ വിജയിച്ചവരാണ് നമ്മളെല്ലാം. എന്നാൽ ജീവിതത്തിൽ വിജയം മാത്രമാണോ ഉണ്ടാവുക? അല്ല അല്ലേ? എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റുപോകാറുണ്ട്. ജയവും തോൽവിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. വിജയങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുക. പരാജയങ്ങളിൽ തളർന്നു പോകാതെ വിജയിക്കാനായി പരിശ്രമിക്കുക. ഇതാ തോറ്റ കുട്ടിയുടെ കവിതയുമായി 7Dയിലെ റഹാമറിയം. കവി റഫീഖ് അഹമ്മദിന്റെ തോറ്റക്കുട്ടി എന്ന കവിത. തോറ്റക്കുട്ടി പുറത്തേക്കിറങ്ങി, തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു. തോറ്റക്കുട്ടി പുറത്തേക്കിറങ്ങി, തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു. കാറ്റിലേക്കു കുടയും കൊടുത്തു, തുണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു. കാറ്റിലേക്ക് കുടയും കൊടുത്തു, തുണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു. കണ്ട കാട്ടുവഴിയിൽ നടന്നു, തൊട്ടുമെല്ലെ വിളിച്ച പോൽ തോന്നി. തൊട്ടടുത്തു പിറകിൽ വന്നാരോ, തിത്തിരി പക്ഷി മൂളിയതാവാം. കൊച്ചു തുമ്പിയോ മൈനയോ ആവാം. കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ചു, കാട്ടിലേക്കവൻ ചെന്നുപോൽ. പിന്നെ പൂത്ത മുല്ലതൻ സൗരഭം നീന്തും, കാറ്റവനൊരു പാട്ടുപോൽ തോന്നി. പൂത്ത മുല്ലതൻ സൗരഭം നീന്തും, കാറ്റവനൊരു പാട്ടുപോൽ തോന്നി. പൂക്കളൊക്കെയും വാക്കുകൾ പായും, കാട്ടരുവി കളകളഗാനം. പൂക്കളൊക്കെയും വാക്കുകൾ പായും, കാട്ടരുവി കളകളഗാനം. രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നീർത്തിവെച്ചൊരു പുസ്തകമായി. തോറ്റ കുട്ടിയെ തോളത്തു വെച്ചു, പൂത്തുനിന്നു മരതകക്കുന്ന്. തോറ്റ കുട്ടിയെ തോളത്തു വെച്ചു, പൂത്തുനിന്നു മരതകക്കുന്ന്. തോൽക്കുകയില്ല നീ എന്നെ പറഞ്ഞു, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്. തോൽക്കുകയില്ല നീ എന്നെ പറഞ്ഞു, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്. താങ്ക് യു റഹ. തോറ്റ കുട്ടിയെ തോളത്തെടുത്ത് വെച്ച മരതക കുന്നിനെ പോലെ നമ്മുടെ കൂടെയുള്ള പരാജയപ്പെട്ടവർക്ക് കൈത്താങ്ങാവുക. വിജയിക്കാൻ പിന്തുണ നൽകുക. വെള്ളം കുടിക്കാനും പെൻസിൽ ഷാർപ്പ് ചെയ്യാനും ബാത്റൂമിൽ പോവാനും എല്ലാം നമ്മൾ ടീച്ചേഴ്സിനോട് പെർമിഷൻ ചോദിക്കാറില്ലേ? എന്നാൽ കേട്ടോളൂ, ക്ലാസ് റൂമിൽ ആവശ്യമുള്ള ചില പെർമിഷൻസ് ഇംഗ്ലീഷിൽ. Hi everyone. Today I will tell you some easy English sentences we use every day in the classroom, like how to ask to go out, drink water, or borrow a pencil. Let's learn to say these things nicely in English. Daily use of permissions in the classroom. May I go to the toilet, please? Can I drink some water? May I come in, teacher? Can I sharpen my pencil? May I go to the library? Can I sit here? May I close the window? Can I borrow a pencil? May I clean the board? Can I speak to you after class? May I submit my homework later? Can I go out for a minute? May I switch on the light? Can I help you carry the books? May I join the group? Thank you everyone. പെർമിഷൻ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് 5Cയിലെ ഐന ഫിറോസ് പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവർക്കും. താങ്ക് യു ഐന. ഇനി കേൾക്കാം അറിയാം കറന്റ് ക്ലിക്സ്. നിങ്ങൾ കാത്തിരിക്കുന്ന നിമിഷം. വെള്ളിയാഴ്ച ചോദിച്ച കറന്റ് ക്ലിക്സിലെ ചോദ്യത്തിന്റെ ശരിയുത്തരം. ന്യൂഡൽഹി. ഒത്തിരി കൂട്ടുകാർ ശരിയുത്തരം നൽകിയതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടിയിരിക്കുന്നത്
അബ്ദുൾ റഹ്മാൻ 5B. അഭിനന്ദനങ്ങൾ. ഇന്നത്തെ കറന്റ് ക്ലിക്സ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായി നിലവിൽ വന്ന AI സംവിധാനം ഏതാണ്? ശുചിത ഐ. യൂത്ത് ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ 14 വയസ്സുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ പേര്? വൈഭവ് സൂര്യവംശി. കൂട്ടുകാരെല്ലാവരും കറന്റ് ക്ലിക്സ് നന്നായി ശ്രദ്ധിക്കണേ. അടുത്ത ആഴ്ചയിലെ വിജയ് നിങ്ങളായാലോ? Stay tuned to FM Madonna 39.25. It's me, RJ Advit, signing off. പറയാം, പാടാം, കേട്ടു രസിക്കാം.